ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ബഹറിലേക്ക് തിരിച്ചു പോവാണ്. ഏകദേശം 4-5 ദിവസത്തെ എമർജൻസി ലീവിനായിട്ട് നാട്ടിൽ വന്നതാണ്. വന്ന കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഇന്ന് എന്തായാലും 9:55 ഗൾഫ് എയർ ട്രിവാൻഡ്രത്ത് നിന്ന് ബഹറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയോളമായി. എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു കുരിശടിയുണ്ട്, മാതാവിൻ്റെ കുരിശടി. ആ കുരിശടിയിൽ എപ്പോഴും പോയാലും ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബഹറിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും പോയാലും നമ്മൾ ആ മാതാവിൻ്റെ കുരിശടി നിന്ന് അല്പനേരം പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഇന്നും പതിവ് തെറ്റിച്ചില്ല. മാതാവിൻ്റെ കുരിശടിയിൽ വന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇപ്പം ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഇന്ന് എൻ്റെ ഫ്ലൈറ്റ് 9:55 ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പോൾ എന്തായാലും സമയം ഏകദേശം 6 മണിയോളമായി. നമ്മൾ 2 മണിക്കൂർ മുൻപേ എങ്കിലും നമുക്ക് അവിടെ എത്തേണ്ടതായുണ്ട്. റോഡിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഈ വെഞ്ഞാറമൂട് അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴക്കൂട്ടമൊക്കെ നല്ല കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന കാരണം കുറച്ച് ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി നേരത്തെ ഇറങ്ങിയത്. അപ്പം എന്തായാലും ഈ മനോഹരമായ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് ചെയ്യുന്നത്. നേരത്തെ ബഹറിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നാട്ടിൽ നിന്ന് ബഹറിലേക്കുള്ള എൻ്റെ മനോഹരമായ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വൈകുന്നേരത്തെ കോളായതുകൊണ്ട് റോഡിലൊക്കെ നല്ല ട്രാഫിക്കാണ്. പ്രത്യേകിച്ച് ഓഫീസ് വിട്ട് വരുന്നവരും അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചാരണവും റോഡിൻ്റെ അറ്റകുറ്റപ്പണികളും വികസനമൊക്കെ ആയതുകൊണ്ട് നല്ല ടൈറ്റ് ട്രാഫിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. നമ്മൾ ഫ്ലൈറ്റ് 9:55 ഇപ്പോൾ ആയൂർ MC റോഡിൽ നിന്ന് നേരെ കഴക്കൂട്ടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കഴക്കൂട്ടത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എയർപോർട്ടിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നേരത്തെയെങ്കിലും നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കണം. കാര്യം എന്ന് വെച്ചാൽ റോഡിൽ പല സ്ഥലത്തും കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്ന കാരണം അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ആയൂർ MC റോഡിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോത്തൻകോടാണ്. സമയം ഏകദേശം 7:30 മണി. 1.5 മണിക്കൂറോളം എടുത്ത് ആയൂരിൽ നിന്ന് പോത്തൻകോട് എത്താൻ വേണ്ടിയിട്ട്. റോഡിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. പോത്തൻകോട് ട്രെൻഡ്സിനടുത്തുള്ള മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു തട്ടുകടയിലേക്കാണ് ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്നത്. MC റോഡിൽ ഒരുപാട് മന്തിയുടെയും കുഴിമന്തിയുടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ കാണാനിടയായി. പക്ഷേ ഞാനും നൗബലും നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും വന്നത് നഷ്ടമായില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങളായിരുന്നു അവർ സെർവ് ചെയ്തത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏകദേശം 7:40 7:45 ആയപ്പോഴാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ MC റോഡിൽ നിന്ന് കഴക്കൂട്ടം വഴി NH കടന്നിരിക്കുകയാണ്. NH പറയത്തക്ക തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലൂടെ അല്ലെങ്കിൽ ലുലുവിൻ്റെ ഫ്രണ്ടിലൂടെ എയർപോർട്ട് റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് എത്താറാവുന്ന സമയത്ത് ആ ഒരു സിഗ്നലിൽ ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെയാണ് രസകരമായ ഒരു കാഴ്ച കാണുവാനിടയത്. റോഡിൻ്റെ സൈഡിൽ ഏകദേശം 10-15 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളായ നോർത്ത് ഇന്ത്യൻസ് നിൽപ്പുണ്ടായിരുന്നു. അവർ ഓരോ വണ്ടികളും അതിൻ്റെ വണ്ടികളുടെ ഗ്ലാസ്സിൽ എന്തോ ലിക്വിഡൊക്കെ മേടിച്ച് ക്ലീൻ ആക്കുകയും വണ്ടിക്കാരുടെ നിന്ന് ഒരു 10 രൂപയും അവർ കൊടുക്കുന്ന പൈസയൊക്കെ മേടിക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. ചില വണ്ടിക്കാരൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവരെ തെറി വിളിക്കുന്ന കാഴ്ചയും കാണുവാനിടയായി. എന്തായാലും അവസാനം അവർ നമ്മളെ തേടിയെത്തി. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ചില കുട്ടികളൊക്കെ ഓടി മാറുന്നുണ്ടായിരുന്നു. ചിലവർ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളെ വണ്ടി ക്ലീനാക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം അവർ അടുത്തോട്ട് വന്നതുമില്ലായിരുന്നു. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു 8-10 ആയപ്പോഴാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയത്. ബാക്കി എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. സമയം ഏകദേശം 8:20 നേരെ എമിഗ്രേഷനിലൊക്കെ കയറി. എമിഗ്രേഷനൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നേരെ ലോഞ്ചിലേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് ഫുഡും കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ച് ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷമാണ് ഞാൻ ഗേറ്റിലേക്ക് പോയത്. ഏകദേശം 9 മണിയായപ്പോൾ ഞാൻ ഗേറ്റിലെത്തി. നമ്മുടെ ഫ്ലൈറ്റ് 9:55 ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓപ്പൺ ആവാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ലോഞ്ച് ആക്സസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുകയാണ്. 9:55 ഗൾഫ് എയർ. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ അപ്പോൾ നമ്മളെ വിളി തുടങ്ങി 25 to 28.
ഞാനിപ്പം ഓൺ ബോർഡാണുള്ളത്. ഏകദേശം 9:55 തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഈ ഒരു ഫ്ലൈറ്റിൽ 28E എൻ്റെ സീറ്റ് നമ്പർ. ഏറ്റവും ബാക്കിൽ, അതായത് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ ബാക്ക് സീറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റ് കിട്ടുന്നത്. എന്തായാലും ഏകദേശം ഒരു 12:20 കൂടി തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ബഹറിൽ ലാൻഡ് ചെയ്തു. ക്ലിയറൻസൊക്കെ കഴിഞ്ഞു. ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്ത്, ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ അവിടെ ലേറ്റായി. അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് 12:45 കഴിഞ്ഞപ്പോഴാണ്. നിഹാസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ലഗേജൊക്കെ വണ്ടിയിലേക്ക് കയറ്റി വീട്ടിലേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് ഇത്രയും തണുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഡിസംബറിൽ തണുപ്പൊക്കെ തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ നാഷണൽ ഡേ പ്രമാണിച്ച് റോഡിലൊക്കെ നല്ല ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നാട്ടിൽ നിന്ന് ബഹറിലേക്കുള്ള യാത്രയും കാഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.